കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ്? അമ്പാടിയിലെ രൂപങ്ങളാണോ അതോ മറ്റു രൂപങ്ങളാണോ അറിയില്ല. നമുക്ക് കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് മഞ്ജുളാലിനെ പ്രദർശനം ചെയ്തിങ്ങനെ വരാം. അങ്ങനെ വന്ന നേരെ അത്തിമര ഗണപതിയുടെ അടുത്തേക്ക് വരാം. അത്തിമര ഗണപതിയെ വന്ന് ദർശനമൊക്കെ ആയി നമുക്ക് അവിടുന്ന് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കൊടിമരം കാണാം, അതേപോലെ ആ വലിയ ബലിക്കല്ല് കാണാം. അങ്ങനെ അത് കഴിഞ്ഞ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കേശവൻ്റെ, ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിങ്ങനെ സ്വർണം കെട്ടിച്ചത്, അതിന് നടുക്കായി ലക്ഷ്മി ദേവീനെയും കാണാം. അതൊക്കെ കണ്ട് നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം, കിടാവൾക്ക് ഇങ്ങനെ കൊളുത്തി വെച്ചത്. അതുപോലെ ആദ്യത്തെ തൂണ് നരസിംഹാവതാരത്തെ ഒന്ന് നോക്കിയിട്ട് കണ്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച് വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ്, ആകെ തിളക്കാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകം മുഴുവൻ തിളങ്ങി നിൽക്കുകയാണ്. എന്താ വെച്ചാൽ ഭഗവാന്റെ ആ ആടയാഭരണങ്ങളും അതുപോലെ ആ മഞ്ഞ കളവും ഒക്കെ പാടങ്ങനെ കാണുമ്പോഴേ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ, അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ആ കാൽപാദങ്ങൾ കാണാണ്ട്, ഇന്നിപ്പോൾ പാമ്പിൻ്റെ പുറത്താണ് കേട്ടോ, കാൽപാദങ്ങൾ കാണാണ്ട്, അങ്ങനെ കാൽവളകൾ കാണാണ്ട് ഒരു പെരുവിരലിങ്ങനെ അമർത്തിയിട്ട് നിൽക്കണ മാതിരിയാണ്, നൃത്തം ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, ചെറിയ ഉണ്ണി തന്നെയാണ്, ചെറിയൊരു കാളിയമ്പാമ്പുമാണ്, ചെറിയൊരു ഉണ്ണിയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, വളയം പോലത്തെ മാല ഉണ്ട്, പതക്കം പോലത്തെ മാല ഉണ്ട്, പിന്നെ ഒരു മാങ്ങാമാല പോലത്തെ ഒരു മാലയുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കൈവളകളിൽ എന്താ വെച്ചാൽ ആ കയ്യിലെന്താ വെച്ചാൽ ഒരു കയ്യിൽ പൊന്നോടക്കുഴൽ വെച്ചിട്ടുണ്ട്, വെറുതെ അങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ മറ്റേ കയ്യിലാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ആ കാളിയമ്പാമ്പിൻ്റെ വാലും അങ്ങനെ പിടിച്ചിട്ടുണ്ടാകും, എന്നിട്ടാണ് നൃത്തം ചെയ്യണത്. അങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, തോൾവളകൾ വെച്ചിട്ടുണ്ട്, അതേപോലെ നല്ലൊരു കളഭം കൊണ്ട് പീലി, ആ 3 പീലി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ കേട്ടോ. അങ്ങനെ ഭഗവാന്റെ ആ കണ്ണൻ്റെ ആ പുഞ്ചിരി, അതാണ് ഏറ്റവും തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ച, ആരും പേടിക്കേണ്ട, ഇതൊക്കെ സിമ്പിളാണ് എന്ന് പറഞ്ഞ പോലെ ആണ്. ഏത് ദർപ്പവും ഏത് അഹങ്കാരമൊക്കെ ഞാൻ ശമിപ്പിക്കും എന്നുള്ള ആ ഒരു അതാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ കാണുന്ന ആ ഒരു കാഴ്ചയാണ്. പിന്നെ തിരുമുടിമാലകൾ 2 ഉണ്ട്. അത് എന്താ വെച്ചാൽ ചുവന്ന പൂവും തുളസിയും തെച്ചിയും കൂടി തന്നെ, വെളുത്ത പൂവ് കേട്ടോ, വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ട് അങ്ങനത്തെ. അതേപോലെ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ ചുവന്ന പൂവ്, തുളസി, പിന്നെ കുറച്ച് വെളുത്ത പൂവ്, അങ്ങനെ വലിയ കട്ടി എന്ന് പറയാനില്ല, എന്നാൽ ഒരു വിധം കട്ടിയുള്ള മാലകളാണ്. അപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് എല്ലാവരും വിചാരിക്കുക. എന്നെ കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നമ്മളെത്തും. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തിരുമുഖ ദർശനം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴാം, പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം, പിന്നെ ആലിലക്കണ്ണനെ കണ്ട് അങ്ങനെ വന്ന് നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ കുറേശ്ശെ തിരക്കുണ്ട്, അങ്ങനെ വലിയ തിരക്കെന്നൊന്നും പറയാനില്ല. അങ്ങനെ വന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആ മുഖത്തൊക്കെ അങ്ങനെ അത് ചാർത്തിയിട്ടുണ്ട്, ചന്ദനം കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ചാർത്തി വരുന്നുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്,
പിന്നെ അതേപോലെ ധാരാളം മാലകളുണ്ട്. പിന്നെ മഞ്ഞ പട്ട് അവിടെ ചാർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചയാണ് ഗണേശൻ്റെ അടുത്തുള്ളത്. അപ്പോൾ എല്ലാവരും ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കുക. അപ്പോൾ അവിടെ 2 ഫോട്ടോസ് കാണാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ തൊഴുത് ഇറങ്ങിയിട്ട് വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. വരാഹത്തിൻ്റെ അവിടെ നോക്കിയാൽ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ആ കുറൂരമ്മയും ഉണ്ണിക്കണ്ണനെയൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. മുത്തിയെടുത്ത് മന സുധാകരൻ നമ്പൂതിരിപ്പാടാണ് മേൽശാന്തി കേട്ടോ. അങ്ങനെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമനരൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് ആനന്ദശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുക. അങ്ങനെ അവിടെ വന്ന് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഞാനിപ്പോൾ ഇന്നലെ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നരസിംഹാവതാരം കാണാൻ മുകളിൽ. അതേപോലെ അവിടെ തന്നെ നോക്കിയാൽ താഴത്ത് നോക്കിയാൽ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കാണാം. ആ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്ന ആ ഭീഷ്മരെ കാണാം. അതൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമുക്ക് വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളെ ഒക്കെ കാണാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ 2 തുളസിമാല ഉണ്ട്, ചാർത്തിയിട്ടുണ്ട്. ഒരു ലിഖിതമാലയുണ്ട്. അതേപോലെ നേരെ നമ്മൾ കാണുന്നത് മുരുകൻ്റെ അവിടെ കുറച്ച് ഒരു വെളുത്ത മാലയുണ്ട്, കുറച്ച് വെളുത്ത ഭസ്മമുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കുങ്കുമമുണ്ട്, അതേപോലെ വെറ്റില മാലകൾ ചാർത്തിയിട്ടുണ്ട്, ഒരു താമരമാലയും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപീനെയൊക്കെ കാണാം. പിന്നെ ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് വീണ്ടും നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഓവിൻ്റെ അവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം കുറച്ച് പടിഞ്ഞാട്ട് മാറി നോക്കിയാൽ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ കുറച്ച് കിഴക്കോട്ട് നോക്കിയാലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പശുക്കിടാവിന് പാല് കൊടുക്കാതെ ആ പാല് മുഴുവൻ കുടിക്കുന്ന ആ കുസൃതിയായ ഉണ്ണീനെ കാണാം. പശുക്കിടാവും ആ ഉണ്ണിയും കൂടിയുള്ളത്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൊടിമരത്തിൻ്റെ മുകൾ ഭാഗമാണ്. അതേപോലെ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് അങ്ങനെ അവിടുന്ന് വന്ന് നമ്മൾ നേരെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയെ കാണാനായിട്ട് പോയിട്ട് നോക്കുക. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് ഇങ്ങനെ എത്തി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഭഗവതിയുടെ ആ പുറഭാഗത്തൊക്കെ നല്ല ചുവന്ന പട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല ചുവന്ന മാലകളുണ്ട്. തെച്ചിപ്പൂമാല ധാരാളമുണ്ട്, താമരമാല ഉണ്ട്. പിന്നെ മുഖമാണെങ്കിലോ മുഖം ചാർത്ത് ഇതാണ് ഗോളകയാണ്. പിന്നെ താഴെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ നല്ല കസവിൻ്റെ പട്ടിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. മാലകളാണ്, അർച്ചന പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലും മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക.
അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് അവിടുന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കൂത്തമ്പലത്തിലെത്തി. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാലും കടാവിളക്ക് കാണാം, അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ പാവ കൊണ്ട് ഒടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മുഖമൊക്കെ നന്നായിട്ട് കളവും കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. വലിയ മാല ഉണ്ട്, സ്വർണത്തിൻ്റെ വലിയ കാശിമാല പോലത്തെ മാല ഉണ്ട്. പിന്നെ കാതിലൊക്കെ കുണ്ടലൊക്കെ തൂക്കിയിട്ടാണ് ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതിനുശേഷം ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മൾ ആ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ തന്നെയാണ്. അതിങ്ങനെ നോക്കി കണ്ട് എന്തൊരു രസമാണെന്നറിയോ കാഴ്ച കാണാൻ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ ആ നാരായണാലയത്തിൽ വരിക. അവിടെ വരുമ്പോൾ ധാരാളം ഭക്തരിരുന്ന് പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, വചനം ആലപിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ നമ്മളവിടെ വന്നാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം, കണ്ണൻ്റെ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഭഗവതിയുടെ അവിടേക്ക് വീണ്ടും വരാം. പിന്നീട് ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ വാതിലിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ ഭഗവാന്റെ ശ്രീലകത്തെ ആ പ്രകാശം ഇങ്ങനെ കാണാം. അപ്പോൾ ഒന്നുകൂടിയും കണ്ട് തൊഴുത് നമ്മൾ തെക്ക് വശത്തേക്ക് വരുന്നു. തെക്ക് വശത്തുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെയും ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പം ഇന്നും നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജയ് തിരുവോണം, സന്ധ്യ പൂരാടം, ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ആദർശ ഉത്രാടം, വേഗം കല്യാണം ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാനഡയിൽ ജോലി ചെയ്യുന്ന പാർവതി രോഹിണി, പാർട്ട് ടൈം ജോലിയാണ്. അപ്പോൾ നല്ലൊരു ജോലി കിട്ടാനും PR കിട്ടാനും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കമലാവിട്ടം, വീണ് കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അസുഖം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, ഗുരുവായൂർ ഓൺലൈനിൻ്റെ എല്ലാ ഭക്തർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.